നമ്മുടെ സർവശക്തനായ ദൈവത്തോടും എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. 4 വിധത്തിൽ ഏതൊക്കെയാണ് ഈ 4 വിധം? വിചാരത്താലും ഹല്ലേലൂയ. അപ്പോൾ ഉപേക്ഷ എന്ന പാപം പലപ്പോഴും നമ്മുടെ കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റു പറയാറ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ അയൽവാസി മരിക്കുന്നു. അയൽവാസി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയി നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ്. എന്നാൽ നിങ്ങളുടെ വീട്ടിലെ പുരുഷൻ നിങ്ങൾ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ പുരുഷൻ ആ വീട്ടിലേക്ക് പോയി ഒന്ന് ആ അമ്മച്ചിയിൽ നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. തെറ്റല്ലേ? തെറ്റല്ലേ? തീർച്ചയായിട്ടും തെറ്റാണ്. എത്ര ബിസിയാണെങ്കിലും ആ വ്യക്തി മരിച്ച് അയൽപക്കത്തെ ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. നമ്മളുമായിട്ട് എപ്പോഴും കണ്ടു കേട്ട് മുന്നോട്ട് പോയവരാണ്. അപ്പോൾ എൻ്റെ കടമയാണ് ആ സ്ത്രീയെ പോയി കാണുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾ IMS പ്രാർത്ഥനാ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവിക സന്നിധിയിലേക്ക് പോകാനും പോകുന്നില്ല, സ്വർഗത്തിലേക്ക് പോകാനും പോകുന്നില്ല. ഈശോ പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ ദാഹിക്കുന്നവനായി, വിശക്കുന്നവനായി, ഞാൻ നഗ്നനായി, പരദേശിയായി, കാരാഗ്രഹവാസിയായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങൾ എന്നെ സ്വീകരിച്ചുവെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസമുണ്ടായിരിക്കാം, പക്ഷേ നമ്മളുടെ അയൽവാസികൾക്ക് കൊടുക്കേണ്ട സ്നേഹം, കൊടുക്കേണ്ട സഹായ സഹകരണങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ശരി, നോക്കുക, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു. സാമ്പത്തികമുണ്ട്. 2 പേരും സ്കൂളിലെ അധ്യാപകരാണ്, ഭാര്യയും. എന്നാൽ ആ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ എഴുതി വെച്ചിരിക്കുകയാണ്, പട്ടിയെ സൂക്ഷിക്കുക. പട്ടിയെ സൂക്ഷിക്കുക. എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്? ആരും ആ വീട്ടിലേക്ക് കടന്നുവരുന്നത്. ചിലപ്പോൾ ഹൈസ്കൂൾ ടീച്ചേഴ്സാണ്. പേപ്പർ സാലറി 60,000 രൂപയ്ക്കായിരിക്കാം. അവിടെ 2 പേർക്കും 60,000 രൂപ കിട്ടിയാണെങ്കിൽ 1,20,000 രൂപ എല്ലാ മാസവും